കുമരകത്ത് ഫൊക്കാന കേരള കൺവെൻഷനിലേക്കുള്ള യാത്രയിൽ എറണാകുളത്ത് വരെ എത്തിയിരിക്കുന്നു. വന്നവർ ഭാഗ്യവാന്മാർ, വരാത്തവർക്ക് ഹാ കഷ്ടം എന്ന് മാത്രം പറയാം. കേരളത്തിൽ ഉഗ്രൻ കാലാവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ കനത്ത മഴ, കുറച്ചു നേരം തണുപ്പ്, അത് കഴിഞ്ഞാൽ പിന്നെ കനത്ത ചൂട്. അപ്പോൾ ഒരു നിശ്ചയവുമില്ല ഒന്നിനും എന്ന പോലെയാണ് സ്ഥിതി. നമ്മൾ ചൂട് സഹിക്കാനും ഈ മഴയുടെ കെടുതി അനുഭവിക്കാനും തയ്യാറായി വേണം വരാൻ എന്ന് പറയാൻ ഇത് നേരത്തെ ബുക്ക് ചെയ്തവർക്ക്, റിസർവ് ചെയ്തവർക്കുള്ളതാണ്. ഇനി ഇവിടെ എങ്ങാനും വല്ലവരും ഉണ്ടെങ്കിൽ വന്നു ചേരാവുന്നതാണ്. നാളെ വൈകിട്ടാണ് തുടക്കം. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വരുമെന്ന് പറയുന്നു. അപ്പം അവരെല്ലാം വരുമെന്നാണ് കൺഫേം ചെയ്തിരിക്കുന്നതാണ് ഭാരവാഹികൾ പറയുന്നത്. എന്തായാലും അതിനോടൊപ്പം പ്രഗത്ഭരായ ഒട്ടേറെ പേര് നാളത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. പിന്നെ കലാപരിപാടികൾ, അങ്ങനെ സമൃദ്ധമായ ഒരു 3 ദിവസത്തെ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ശരിക്കും ഒരു കൺവെൻഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. അത് ഫൊക്കാന അഭിനന്ദനം അർഹിക്കുന്നു. അതിൽ ഒരു മീഡിയ പ്രവർത്തകൻ എന്ന നിലയിൽ എന്നെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു, എന്നെയും കൂടി ക്ഷണിച്ചു കൊണ്ടുവന്നു. അത്രയും അത് ഫൊക്കാന പ്രസിഡന്റ് ഒരു മീഡിയക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ TV പരിപാടികളെല്ലാം നമ്മൾ നിരന്തരം കാണാറുള്ളതാണ്. ഇനി സെക്രട്ടറി വലിയ എഴുത്തുകാരനാണ് എന്ന് മാത്രമല്ല ഭാവിയിൽ വലിയ വിവരങ്ങളിലെത്തുന്ന എഴുത്തുകാരനാണെന്ന് നമുക്കറിയുകയും ചെയ്യാം. അപ്പോൾ പിന്നെ മീഡിയയെ ഒന്ന് ആദരിക്കുന്നതിന് തെറ്റില്ല. അപ്പോൾ ഫോമാക്കാരും ഇതൊന്ന് കണ്ടുപഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അവരെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ അവരുടെയും കൺവെൻഷൻ കോട്ടയത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഫൊക്കാന കൺവെൻഷൻ ഇത്രയും വിപുലമായി നടത്താൻ കഴിയുന്നു എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷകരമായൊരു കാര്യമാണ്. ഒട്ടേറെ പേര് അമേരിക്കയിൽ നിന്ന് വരുന്നു, ഇവിടെ നിന്ന് കുറേ പേര് വരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ രാഷ്ട്രീയ നേതാക്കൾ, സാമൂഹ്യ നേതാക്കൾ, സാഹിത്യ തരത്തിലെ ഉന്നതന്മാർ, ഇവരെല്ലാം പങ്കെടുക്കുന്നു. അപ്പോൾ ഇവരുമായിട്ടുള്ള സംവാദങ്ങൾ, ഇവരുമായിട്ടുള്ള ഒരു ഇൻ്ററാക്ഷൻ നമ്മളെല്ലാം സമ്പന്നരാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ തട്ടുതകർപ്പൻ ചർച്ചകളും അതുപോലെ തന്നെ കലാപരിപാടികളും പിന്നെ പ്രസംഗങ്ങളും എല്ലാം കൊണ്ടും സജീവമായ 3 ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. 3-ാം ദിവസമാണ് ഏറ്റവും ഗംഭീരം. അതായത് വേമ്പനാട് കായലിലൂടെ ഒരു ബോട്ട് യാത്ര. ആ ബോട്ടിൽ 300-400 പേർക്കൊക്കെ ഇരിക്കാവുന്നതാണ് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ പറയുന്നത്. അപ്പോൾ അതിൽ ഭക്ഷണവും പാനീയവും, അതായത് വെള്ളവും വള്ളവും എല്ലാം റെഡിയാണ്. അപ്പോൾ ആളുകൾ തയ്യാറായി വന്നു കഴിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ അത് ഈ വെള്ളവും വള്ളവും എന്നുള്ളത് നമ്മുടെ ജെസ്സി പാറത്തുണ്ടലിൻ്റെ ഒരു ഭാഷയാണ്. അവിടെ ഫ്ലോറിഡയിലെ ആ TY പാർക്കിൽ പിന്നെ വള്ളംകളി നടക്കുമ്പോൾ അപ്പോൾ വള്ളവും വെള്ളവും എല്ലാം റെഡിയാണ്, നിങ്ങളൊന്ന് വന്നു ചേർന്നാൽ മതിയെന്ന് അവർ ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ച് ഓർക്കുന്നു. അപ്പോൾ അതിലൊരു കടപ്പാടുണ്ട് എന്ന് പറയുകയാണ്. അപ്പം വള്ളവും വെള്ളവും എല്ലാം കുമരകത്ത് റെഡിയാണ്, എല്ലാം സജ്ജമായിരിക്കുന്നു. അപ്പോൾ ഈ സമ്മേളനം കൊണ്ട്, വാസം പറഞ്ഞാൽ ഇത്തരമൊരു സമ്മേളനം കൊണ്ട് നമ്മുടെ ഒരു കേരളത്തിലെ പ്രസൻസ്, അതായത് ഫൊക്കാന അല്ലാതെ തന്നെ നമുക്കറിയാം, പിന്നെ കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന സംഘടനയാണ്, ലോകവ്യാപകമായിട്ട് മലയാളികൾക്കെല്ലാം അറിയാവുന്ന സംഘടനയാണ്. അപ്പോൾ ആ സംഘടന കേരളത്തിൽ ഒന്നുകൂടി അതിൻ്റെ ഒരു ആധിപത്യം, അതിൻ്റെ ഒരു പ്രസൻസ് ഇവിടെ വീണ്ടും തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ മീഡിയ പ്രവർത്തകരും കഴിഞ്ഞ ദിവസം കോട്ടയത്തും അതിനുശേഷം തിരുവനന്തപുരത്തും പ്രസ് ക്ലബ്ബുകളിൽ ഈ സമ്മേളനത്തെ പറ്റിയുള്ള അനൗൺസ്മെൻറ്റും അതുപോലെ തന്നെ അവാർഡുകളെ പറ്റിയുള്ള അനൗൺസ്മെൻറ്റും വന്നു. നല്ല തോതിലുള്ളൊരു പ്രതികരണമാണ് ലഭിച്ചത്. ആളുകൾ ഇവിടുത്തെ എഴുത്തുകാരെ ആദരിക്കുന്നു. അതുപോലെ തന്നെ നാട്ടിലെ നമ്മുടെ എഴുത്തുകാരുമുണ്ട്. അത് നമ്മുടെ എഴുത്തുകാരൻ അഭിനാഷ് തുണ്ടുമണ്ണിൽ പെൻസിൽവേനിയയിൽ നിന്ന് അദ്ദേഹത്തിന് ഈ നോവലിന് യുവ എഴുത്തുകാർക്കുള്ള സമ്മാനം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ സാഹിത്യകാരന്മാരെ ആദരിക്കാൻ കഴിയുന്നു. ഫൊക്കാനയുടെ ഒരു അവാർഡ് കിട്ടിയാൽ അവരുടെ ഗ്രാഫ് കുറച്ചുകൂടി ഉയരും എന്ന് മാത്രമല്ല കുറച്ചുകൂടെ പുസ്തകങ്ങൾ വിറ്റുപോകും. അത് ചെറിയൊരു കാര്യമല്ല. ഫൊക്കാന യാതൊരു പക്ഷപാതവും യാതൊരു ഇൻഫ്ലുവൻസും ചെലുത്താതെ സ്വതന്ത്രമായിട്ടാണ് ഇത് അവാർഡ് തീരുമാനിച്ചതെന്നാണ് ഭാരവാഹികൾ പറഞ്ഞത്. KV മോഹൻകുമാർ ആയിരുന്നു അതിൻ്റെ, KV മോഹൻകുമാർ IAS അദ്ദേഹമായിരുന്നു അതിൻ്റെ ജൂറി ചെയർമാൻ. അപ്പോൾ അവർ 300ഓളം പുസ്തകങ്ങൾ, 300ഓളം എഴുത്തുകാർ പങ്കെടുത്തു. അവരിൽ നിന്നാണ് ഇത് തിരഞ്ഞെടുത്തതെന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. എന്തായാലും ആ സാഹിത്യകാരന്മാർക്ക് നമ്മൾ അഭിവാദനം അർപ്പിക്കുന്നു. ഇനി ആ ജൂറിക്ക്, നിഷ്പക്ഷമായ ആ ജൂറിക്കും അഭിവാദനം അർപ്പിക്കുന്നു. ഇത്തരമൊരു വേദി ഒരുക്കുന്ന ഫൊക്കാനയെയും തീർച്ചയായും അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഇത്തരം കൺവെൻഷനുകൾ കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇപ്പം പ്രസ് ക്ലബ്ബ് ഇതുപോലെ കൺവെൻഷൻ നടത്താറുണ്ട്. അപ്പം അതിവിടെ വിവാദങ്ങളും ഉണ്ടാക്കാറുണ്ട്. കാരണം കഴിഞ്ഞ തവണ നമ്മൾ കുറച്ച് വിവാദങ്ങൾ കണ്ടതാണ്. ഇവിടെ പലർക്കും ഇഷ്ടമില്ലായിരുന്ന ചിലർക്ക് അവാർഡ് കൊടുത്തു. അപ്പോൾ അത് വലിയ വിവാദമായി.
എന്തായാലും കുഴപ്പമില്ല, അങ്ങനെ വിവാദങ്ങളും വരണമല്ലോ. അപ്പോൾ ഇത്തരം കൺവെൻഷനുകളുണ്ട്. നമുക്ക് എന്താണ് പ്രയോജനം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് എന്താണ് പ്രയോജനം, കേരളത്തിന് എന്താണ് പ്രയോജനം? കേരളത്തിന് നമ്മുടെ ഒരു പ്രസൻസ് നമ്മളവിടെ ഉണ്ട്. നമ്മളിങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. നമ്മുടെ ആശയങ്ങൾ പിന്നെ പങ്കുവയ്ക്കാനുള്ളൊരു വേദി, അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാനുള്ളൊരു വേദി. പിന്നെ ഈ കേരളത്തിൽ വരുമ്പോൾ ഞാനിപ്പോൾ തന്നെ സൂചിപ്പിച്ചു, കേരളത്തിൽ ജീവിക്കുന്നവർക്ക് ഇപ്പം ഈ കനത്ത മഴയും ഈ കനത്ത ചൂടും തമ്മിലുള്ള കാരണം അവരുടെ ജീവിത രീതിയാണ്. അവരെ അതിനെപ്പറ്റി വലിയ ബേജാറാകുന്ന ഒരു സാഹചര്യം കാണുന്നില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കാലാവസ്ഥയിൽ വന്ന ആ മാറ്റം നമ്മളുണ്ടായിരുന്ന കാലത്തെ ഒരു 30 വർഷം മുമ്പോ 40 വർഷം മുമ്പോ ഉണ്ടായിരുന്ന കാലത്തെ കാലാവസ്ഥയല്ല ഇപ്പോഴുള്ളത് കേരളത്തിൽ. ലോകത്തിൽ എല്ലായിടത്തും അങ്ങനെ തന്നെ, അമേരിക്കയിലും അങ്ങനെ തന്നെ ആണല്ലോ. അവിടെ ഇപ്പോൾ ന്യൂയോർക്കിലൊക്കെ ഒരു കാലത്ത് പിന്നെ ചില സമയങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുമായിരുന്നു, സ്നോ പെയ്യുമായിരുന്നു. ഇപ്പോഴത്രയില്ല. എന്നാൽ ചില വർഷങ്ങളിൽ അത് കനത്ത രീതിയിൽ വരികയും ചെയ്യുന്നു. അപ്പോൾ കാലാവസ്ഥയിലുള്ള ആ മാറ്റം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം കുമരകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരിയായ കുമരകം. ഇപ്പം വേനൽക്കാലത്ത് വന്ന് കഴിഞ്ഞാൽ വെള്ളം അത്ര കാണുകയില്ല, പിന്നെ മാലിന്യങ്ങളൊക്കെ കാണും. പക്ഷേ ഇപ്പം മഴയൊക്കെ നനഞ്ഞ് കുളിച്ച് ഈറൻ മാറി വന്നിരിക്കുന്ന ഒരു പിന്നെ വേമ്പനാട് കായലാണ്, അന്തരീക്ഷമാണ്. എന്തുകൊണ്ടും അർമാദിക്കാൻ പറ്റിയൊരു അവസ്ഥയാണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇത്തരമൊരു സമ്മേളനം ഈ സമ്പന്നമായ ചർച്ചകളും സമ്പന്നമായ ഇൻ്ററാക്ഷനും സമ്പന്നമായ സൗഹൃദങ്ങളും ഇവയെല്ലാം കൊണ്ട് നമുക്കെല്ലാം പ്രത്യേക പ്രചോദനവും മാതൃകയുമായി മാറും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ വന്നവർക്കെല്ലാം അഭിവാദനങ്ങൾ, വരാത്തവർക്ക് വലിയ നഷ്ടം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ നാളെ വൈകിട്ട് അവിടെ വേദിയിൽ കാണാം.